കൊച്ചി ഹിജാബ് വിവാദത്തിൽ കുട്ടിയെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ച രക്ഷിതാക്കൾ വിഷയത്തിന് വലിയ രാഷ്ട്രീയമാനം കൈവന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ഇതിനിടെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ സമസ്ത അഭിനന്ദിച്ചു. ഭരണഘടനയെയും മതേതരത്വത്തെയും ചേർത്ത് പിടിച്ചുള്ള പ്രതികരണമെന്നാണ് സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഇതിനിടെ സ്കൂളിനെതിരെ കടുത്ത വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തുകയും ചെയ്തു. ശിരോവസ്ത്രം ധരിച്ച വ്യക്തിയാണ് നിലപാട് പറയുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. കുട്ടി എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഒരു കൊച്ചു മോളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ? ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത്. സമസ്തയുടെ പ്രശംസയ്ക്ക് മന്ത്രി നന്ദി പറയുകയും ചെയ്തു. സമസ്തയുടെ മുഖപത്രത്തിലെ മിനിസ്റ്ററുടെ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഒരു മുഖപ്രസംഗം. മതേതരത്വത്തെയും ഭരണഘടനയും ചേർത്ത് പിടിച്ചു എന്നാണ് ആ തട്ടം വിഷയത്തിൽ. അതെ അല്ല, സംസ്ഥയുടെ അഭിപ്രായം പറഞ്ഞു. നന്ദി. ഹിജാബ് വിവാദത്തിൽ കുട്ടി സ്കൂൾ നിയമങ്ങൾ അനുസരിച്ച് വന്നാൽ സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി. ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് നന്ദി. കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നത് സംബന്ധിച്ച് അറിയില്ല എന്നും പ്രിൻസിപ്പൽ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുവോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. We are wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും. ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. ഇതിനിടെ ഹിജാബ് വിഷയത്തിൽ മന്ത്രിയുടെ പ്രതികരണം അഭിനന്ദനാർഹമെന്ന് SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂരും പ്രതികരിച്ചു. സ്കൂൾ പ്രിൻസിപ്പലിന് ശിരോവസ്ത്രം ഇടാമെങ്കിൽ വിദ്യാർത്ഥിക്ക് എന്തുകൊണ്ട് തട്ടമിടാൻ പാടില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. നവമി ദിനേശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഒപ്പം അനുമോദും. ആദ്യം നവമിയിലേക്ക്. നവമി, കഴിഞ്ഞ ദിവസം വരെ നമ്മൾ വ്യക്തമാക്കിയതാണ്, ഇനി ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ എന്ത് നിലപാട് സ്വീകരിക്കും, ഒപ്പം സ്കൂൾ മാനേജ്മെന്റ് എന്ത് നിലപാട് സ്വീകരിക്കും, ഇതാണ് നിർണായകമാകാൻ പോകുന്നത് എന്നത്. എന്തായാലും കുട്ടിയെ ആ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ ഒരുക്കമല്ല. അവിടെ നിന്ന് TC വാങ്ങും എന്നാണ് അറിയുന്നത്. അതോടുകൂടി ഇത് അവസാനിക്കുന്ന അധ്യായം തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഇനി മറ്റു കുട്ടികൾ ഈ തരത്തിൽ അവിടേക്ക് വന്നാൽ മാത്രമാണ് ഇത് വീണ്ടും ഒരു ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്കൂൾ അധികൃതർ ഇപ്പോൾ പറയുന്നത് അവർക്ക് ഈ കുട്ടി TC വാങ്ങുന്നതിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. രക്ഷിതാക്കൾ കൃത്യമായി കുട്ടിയെ സ്കൂൾ മാറ്റുന്നു എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ തീരുമാനിക്കുകയും അക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടോ?
എന്തുകൊണ്ടായിരിക്കാം സ്കൂൾ അധികൃതരെ രക്ഷിതാക്കൾ ഇക്കാര്യം അറിയിക്കാത്തത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഇന്നലെ രാവിലെ വരെ ഒരു സമവായ ശ്രമത്തിലുള്ള ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടന്നിരുന്നു. പക്ഷേ പിന്നീട് അത് പരാജയപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് കുട്ടിയുടെ പിതാവ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചത്. എന്തായാലും കുട്ടിയെ സ്കൂൾ മാറ്റുകയാണ്. TC മാറ്റി മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ കുട്ടിക്കും കുട്ടിയുടെ കുടുംബത്തിനും മാനസികമായി വലിയ വേദനയുണ്ടാക്കി. ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുക എന്ന കുട്ടിയുടെ മൌലിക അവകാശത്തെ പോലും നിഷേധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നത്. വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പക്ഷേ ചിലർ ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പാക്കി വർഗീയ ധ്രുവീകരണത്തിന് അല്ലെങ്കിൽ ഒരു വലിയ ഒരു വിവാദമാക്കുകയും അത് ആളിക്കത്തിക്കുവാനും ഒക്കെ ശ്രമിച്ചു. അതിന് ശ്രമിച്ച ജനപ്രതിനിധികളും ചില ആളുകളും ഉണ്ടെന്ന് കൂടി കുട്ടിയുടെ പിതാവ് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. ഒപ്പം ഇനിയെങ്കിലും കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ PTA-യും സ്കൂളിന്റെ മാനേജ്മെന്റും ഒക്കെ നിലപാടിൽ നിന്ന് എന്തെങ്കിലും പിന്മാറുമെന്ന് കരുതുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് കുട്ടിയുടെ പിതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളെ കാണുമെന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് സ്കൂൾ പ്രിൻസിപ്പൽ അവരുടെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. തുടക്കത്തിൽ അവൻ എന്താണോ പറയുന്നത് അതിൽ നിന്നും ഒരു മാറ്റവും അവർക്ക് വന്നിട്ടില്ല. അവർ പറയുന്നത് സ്കൂളിന്റെ നിയമം അനുസരിച്ച് കുട്ടി എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം എങ്ങനെയാണോ കുട്ടിയെ സ്വീകരിച്ചത് അതുപോലെ തന്നെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടിയും അവർക്ക് ആ കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം സ്കൂളിൽ നിന്നും ഉറപ്പാക്കും. ആ സ്നേഹത്തോടുകൂടി തന്നെ ഞങ്ങൾ കുട്ടിയെ സ്വീകരിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും നന്ദി പറയുന്നുണ്ട്. തുടക്കത്തിൽ ഇക്കാര്യങ്ങൾ അന്വേഷിച്ചതിന് നന്ദി എന്നുകൂടി പറയുന്നുണ്ട്. ഒപ്പം ഹൈബീഡൻ MP, K. ബാബു MLA, ഈ വിഷയം അറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർക്കും നന്ദി പറയുന്നുണ്ട്. സ്കൂളിൽ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയ ഹൈക്കോടതിക്ക് ഉൾപ്പെടെ നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷേ മാധ്യമങ്ങളോട് തുടക്കം തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, ചോദ്യങ്ങൾക്ക് ഉത്തരം തരികയില്ല, പകരം ഞങ്ങൾ പറയുന്നുണ്ട് അതാണ് ഞങ്ങളുടെ തീരുമാനം, അതിൽ നിന്നൊരു മാറ്റവുമില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. മാധ്യമങ്ങൾ ചോദിച്ചുവെങ്കിൽ പോലും അതിൽ ഒറ്റ വാക്കിൽ അത് കുട്ടി TC വാങ്ങുന്നുണ്ടെന്ന് കേട്ടല്ലോ, പിതാവ് പറയുന്നുണ്ട് അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് പ്രിൻസിപ്പൽ മടങ്ങിയിരിക്കുന്നത്. എന്തായാലും അഭിലാഷ്, സ്കൂളിന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചാലും വിദ്യാഭ്യാസ മന്ത്രി എന്ത് ഭീഷണി മുഴക്കിയാലും സ്കൂളിന്റെ നിയമം അനുസരിച്ച് മാത്രം കുട്ടിക്ക് സ്കൂളിലേക്ക് വരാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും സ്കൂളും പ്രിൻസിപ്പളും PTA-യും മാനേജ്മെന്റും എല്ലാവരും തന്നെ. എന്തായാലും ഇനി വിദ്യാഭ്യാസ മന്ത്രിയടക്കം വീണ്ടും ഇക്കാര്യം ആവർത്തിച്ചു കുട്ടിയെ സംരക്ഷിക്കും അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് കുട്ടിക്ക് വരാമല്ലോ, ഇത് ധരിച്ചു തന്നെയല്ലേ അവിടുത്തെ സിസ്റ്റർമാരും അല്ലെങ്കിൽ പ്രിൻസിപ്പലും ഒക്കെ വന്നതെന്ന് ചോദിക്കുമ്പോൾ പോലും തങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്, അതിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് സ്കൂൾ പ്രിൻസിപ്പൽ ആവർത്തിച്ച് പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നോ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടേണ്ടതില്ല എന്നുകൂടി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്.